ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ലൈഫ് സയൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്ന ഹാർട്ട് അറ്റാക്ക്, ഒബീസിറ്റി, ആർത്രൈറ്റിസ് എന്നീ പറയുന്ന 3 രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് ഇന്നത്തേത്. മറ്റു ഡിലേയൊന്നുമില്ലാണ്ട് നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ഇവയിൽ നിന്ന് എത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ചോദ്യങ്ങളിലേക്ക്. ആദ്യ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് ഫിസിയോളജിക്കൽ സീക്വൻസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ? പ്ലേക്ക് റപ്ചർ, ത്രോംബോസിസ്, ഇസ്കീമിയ, ഇൻഫാർക്ഷൻ. ഇസ്കീമിയ, പ്ലേക്ക് റപ്ചർ, ത്രോംബോസിസ്, ഇൻഫാർക്ഷൻ. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ത്രോംബോസിസ്, പ്ലേക്ക് റപ്ചർ, ഇസ്കീമിയ, ഇൻഫാർക്ഷൻ. ഇൻഫാർക്ഷൻ, ഇസ്കീമിയ, പ്ലേക്ക് റപ്ചർ, ത്രോംബോസിസ്. ഇതിലേതാണ് ശരി? സിമ്പിൾ. ഓപ്ഷൻ ഇസ്കീമിയ, ബ്ലഡ് സപ്ലൈ കുറയും. യെസ്. എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്. കറക്റ്റ്. പ്ലേക്ക് റപ്ചർ, ത്രോംബോസിസ്, ഇസ്കീമിയ, ഇൻഫാർക്ഷൻ. നമ്മൾ ഇസ്കീമിയ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഓക്സിജനിൽ ഉണ്ടാകുന്ന ഡിപ്രീഫിയേഷനാണ്. ഇറ്റ് ലീഡ്സ് ടു ഇൻഫാർക്ഷൻ only after a vessel is occluded by thrombus following a plaque rupture. അല്ലേ? അപ്പോൾ ഒരു പ്ലേക്ക് ഡെപ്പോസിറ്റ്, ഇതിനകത്ത് വേറൊരാളും കൂടെ പറഞ്ഞാൽ പ്ലേക്ക് ഡെപ്പോസിഷൻ അല്ലേ? പ്ലേക്ക് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നു, അത് റപ്ചർ ചെയ്യുന്നു. അത് റപ്ചർ ചെയ്ത് കഴിയുമ്പോഴേക്കും ത്രോംബോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അവിടേക്ക് ഒരുപാട് ബ്ലഡ് ക്ലോട്ടിങ് ഏജൻസ് വരുന്നു, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിൻ്റെ ഫ്ലോയിൽ കുറവ് അനുഭവപ്പെടുന്നു, ഇസ്കീമിയ എന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അത് ഫൈനലി ബ്ലഡ് ഫ്ലോ കുറയുന്നത് കാരണം ഹാർട്ട് മസിൽസ് മരണപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ദാറ്റ് ഇസ് ഇൻഫാർക്ഷൻ. അപ്പോൾ പ്ലേക്ക് റപ്ചറാണ് ത്രോംബോസിസിന് കാരണമാവുക. അതിനുശേഷമാണ് അത് ഇസ്കീമിയ ഉണ്ടാവുക. അതിനുശേഷമാണ് ഇൻഫാർക്ഷൻ സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റാണ്. ഇസ്കീമിയ അല്ല, പ്ലേക്ക് റപ്ചർ, ത്രോംബോസിസ്, ഇസ്കീമിയ, ഇൻഫാർക്ഷൻ എന്നാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഒന്ന്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദി സഡൻ സെസേഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് മസിൽ. 2, ഇസ്കീമിയ ഫോർ മോർ ദാൻ 20 to 30 minutes ലീഡ്സ് ടു ഇറിവേഴ്സിബിൾ സെൽ ഡെത്ത്. 3, ഡയാഫോറസിസ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഈസ് എ സിംറ്റം കോസ്ഡ് ബൈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ. ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാ. പാരയല്ല, സിമ്പത്തറ്റിക് ആണ് അല്ലേ? അപ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നവൻ പാരാസിമ്പത്തറ്റിക് അല്ല, പകരം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. മൂന്നാമത്തേത് തെറ്റിയ സ്ഥിതിക്ക് ഉത്തരം കിട്ടി ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? ആദ്യ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. ആൻജിന പെക്ടോറസ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ആൻജിന പെക്ടോറസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ടോട്ടൽ ഡെത്ത് ഓഫ് ദി കാർഡിയാക് ടിഷ്യൂ, ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ദ റിഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ വിതൗട്ട് എ ടിഷ്യൂ ഡെത്ത്, സഡൻ സ്റ്റോപ്പിംഗ് ഓഫ് ഹാർട്ട്സ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഹാർഡനിങ് ഓഫ് ദി ആർട്ടറീസ് ഡ്യൂ ടു കാൽസ്യം ബിൽഡപ്പ്. ഏതാണ്? ആൻജിന പെക്ടോറസ് എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഹൃദയവേദനയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആണെന്നറിയില്ല കേട്ടോ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ ക്ലാസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. വിച്ച് പ്രോട്ടീൻ ഈസ് മെഷേർഡ് ഇൻ ബ്ലഡ് ടെസ്റ്റ് ടു കൺഫേം ഹാർട്ട് മസിൽ ഡാമേജ്? ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് ഏത് പ്രോട്ടീൻ ബ്ലഡിലുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഹീമോഗ്ലോബിൻ ആണോ, ഇൻസുലിൻ ആണോ, ട്രോപ്പോണിൻ ആണോ, ഫൈബ്രിനോജൻ ആണോ? ഏത് പ്രോട്ടീൻ ആയിരുന്നു? ട്രോപ്പോണിൻ അല്ലേ? ഓപ്ഷൻ സി. ട്രോപ്പോണിൻ എന്ന പ്രോട്ടീൻ ബ്ലഡിലുണ്ടെങ്കിൽ അത് ഹാർട്ട് മസിലിന് റപ്ചർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീനാണ് അല്ലേ? അപ്പോൾ ട്രോപ്പോണിൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്സ്. ECG is usually the first test performed to detect electrical irregularities. Coronary angiography is uses ultrasound to see heart movement. ആണോ? അല്ല, അവിടെ അത് തെറ്റി. ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് ബ്ലഡ് വെസലിലേക്ക് അല്ലെങ്കിൽ ആർട്ടറിയിലേക്ക് നമ്മളൊരു ഡൈ കടത്തി വിട്ട് എവിടേക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തുന്ന പരിപാടി. അതിനകത്ത് അൾട്രാസൗണ്ട് ഒന്നുമില്ല ഹാർട്ട് മൂവ്മെൻറ്റ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 2 തെറ്റിയ സ്ഥിതിക്ക് ഇതും പോയി. ഇനി 3 കൂടെ വായിച്ചേ പറ്റൂ. കാർഡിയാക് CT പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇമേജസ് ഓഫ് ദി ഹാർട്ട് സ്ട്രക്ചർ. ദാറ്റ് ഇസ് ട്രൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലേ? CT സ്കാൻ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഹാർട്ട് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇമേജിംഗ് ആണ് കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. 2 മാത്രമേ ഉള്ളൂ തെറ്റ്, 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ദി ക്രഷിംഗ് ചെസ്റ്റ് പെയിൻ ഓഫ് ദ ഹാർട്ട് അറ്റാക്ക് കോമൺലി റേഡിയേറ്റ്സ് ഇൻ ടു വിച്ച് പാർട്ട് ഓഫ് ദി ബോഡി? റൈറ്റ് ആം ആൻഡ് റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ആം jaw and neck, lower abdomen and pelvic region,
സ്കാൽപ്പ് ആൻഡ് ഫോർഹെഡ് നമ്മൾ പഠിച്ചതാണല്ലോ. ആ ഒരു ക്രഷിങ് ചെസ്റ്റ് പെയിൻ ഹാർട്ടിൽ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് ആം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷോൾഡർ, നെക്ക്, ബാക്ക്, ജോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. വിച്ച് കണ്ടീഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി സഡൻ സ്റ്റോപ്പിംഗ് ഓഫ് ദ ഹാർട്ട് ബീറ്റിംഗ്? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിലുള്ള സഡൻ സ്റ്റോപ്പിംഗ് ഉണ്ടാകുന്നതിന് എന്ത് വിളിക്കും? ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കുമോ, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് വിളിക്കുമോ, കാർഡിയക് അറസ്റ്റ് എന്ന് വിളിക്കുമോ, എത്രോസ്ക്ലെറോസിസ് എന്ന് നമ്മൾ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്നുള്ള ചലനം നിശ്ചലമാവുന്നതെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഇസ് സിംപ്ലി ഓപ്ഷൻ സി, കാർഡിയക് അറസ്റ്റ്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഇത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. പരീക്ഷയ്ക്ക് ഇതൊന്നും പഠിക്കാതെ പോയിട്ട് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കിത് വലിയ കൺഫ്യൂഷനായിട്ട് മാറിയേനെ. സിംപ്ലി നമ്മളിത് പഠിച്ചു പോകുന്നു, നല്ല കാര്യം. വാഗൽ സ്റ്റിമുലേഷൻ ഡ്യൂറിങ് an inferior myocardial infarction often leads to which symptom? ഹൈ ബ്ലഡ് പ്രഷർ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത്, ബ്ലഡ് വിഷൻ. നമ്മളിത് പഠിച്ചതാണ് അല്ലേ? സിംറ്റംസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ഇൻഫീരിയർ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്, അതല്ലാതെ കോമൺ ആയിട്ട് വരുന്നതല്ല. നമ്മൾ പറഞ്ഞതാണ് നോസിയയും വോമിറ്റിംഗ്, ഓപ്ഷൻ ബി അല്ലേ? നോസിയ ആൻഡ് വോമിറ്റിംഗ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ എ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്കിൽ പ്ലേറ്റ്ലെറ്റുകളുടെ റോൾ എന്താണ്? They carry oxygen to the heart? No. They aggregate at the site of plaque rupture to form a clot? Yes. They dissolve the atherosclerotic plaque? No. They produce LDL? അല്ല, എന്താണ്? ഓപ്ഷൻ ബി. They aggregate at the site of rupture. പ്ലേക്ക് റപ്ചർ ഉണ്ടാകുന്ന സ്ഥലത്ത് ഓടി വന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. മുറിവ് ഉണ്ടായി എന്ന് തോന്നിച്ചിട്ട് അവന്മാർ ഓടി വന്നിട്ട് അവിടെ ക്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് അവിടെയുള്ള ഏരിയ കുറയും, പിന്നെ ആർട്ടറിയുടെ ഏരിയ പിന്നെയും കുറയ്ക്കാനും അതുവഴി ബ്ലഡ് ഹാർട്ട് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സിറ്റുവേഷനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Obesity is medically defined as an abnormal growth of what? Muscle tissue ആണോ, നെർവസ് ടിഷ്യൂ ആണോ, അഡിപ്പോസ് ടിഷ്യൂ ആണോ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണോ? ഏതാണ്? ഫാറ്റ് ടിഷ്യൂ ആണ്, അതായത് അഡിപ്പോസ് ടിഷ്യൂ. ഏതാണ്? അഡിപ്പോസ് ടിഷ്യൂ. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഒബീസിറ്റി കോസസ്. ഒന്ന്, ഹൈപ്പർ ട്രോഫിക് ഒബീസിറ്റി ഇൻവോൾവ്സ് an increase in the size of fat cell. Hyperplastic obesity involves an increase in the number of fat cell. Hypertrophic obesity is only found in infants. ഏതാ ശരി? ഓപ്ഷൻ ബി ആ ശരി. 3 തെറ്റ്. ഇൻഫൻസിൽ മാത്രമേ ഒരു ഒബീസിറ്റിയുടെ ടൈപ്പ് കാണപ്പെടൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവരിലും കാണാം. അഡൽസിലും ഉണ്ടാവും, പ്രത്യേകിച്ച് അഡൽസിലാണ് ഉള്ളത്. അടുത്ത ചോദ്യം. A person with a BMI of 27.5 would be classified as normal weight, overweight, obese and underweight. 27.5 സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ എന്തായിട്ട് കണക്ക് കൂട്ടും അതിനെ? എന്താണ് ഓവർ വെയ്റ്റ്? നോർമൽ വെയിറ്റ് ആണ് 24.9 വരെയാണ് ഓവർ വെയ്റ്റ് വരെ അല്ലേ? 25 മുതൽ 29.9 വരെ, 25 മുതൽ 29.9 വരെയുള്ള സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്നത് ഓവർ വെയ്റ്റ് എന്നാണ്. ഓവർ വെയ്റ്റ് എന്നാണ് വിളിക്കുക. 24.9 വരെയാണ് നോർമൽ സിറ്റുവേഷൻ. ഇത് മുതൽ 18.5 മുതൽ 24.9 വരെ നോർമൽ എന്നാണ് വിളിക്കുക. നമ്മൾ നോർമൽ വെയിറ്റ് എന്നാണ് വിളിക്കുക. സെറ്റാണ് ഓവർ വെയിറ്റ്. 30 കൂടുതലാണെങ്കിൽ അത് ഒബീസാണ്, ഒബീസിറ്റി സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ ഹെൽത്ത് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എക്സസീവ് വെയിറ്റ്? വെയിറ്റ് കൂടുന്നത് കാരണം ഉണ്ടാവാത്ത ഹെൽത്ത് റിസ്ക് എന്താണ്? ഡയബറ്റിസ്, റിക്വയർമെൻറ്റ് ഫോർ ഡയാലിസിസ്, ഇൻക്രീസ്ഡ് ലങ് കപ്പാസിറ്റി, ലിംബ് ആംപ്യൂട്ടേഷൻ. ഈ ഇൻക്രീസ്ഡ് ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഹെൽത്തി ആയിട്ടുള്ള ആളിനുണ്ടാകുന്ന സിറ്റുവേഷൻ അല്ലേ? ഇതൊരിക്കലും ഒബീസിറ്റിയിൽ വരില്ല. ഓപ്ഷൻ സി. ഇത് സിമ്പിളായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. കാരണം അതൊരു മെച്ചപ്പെട്ട സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു അപകടത്തെ അല്ല. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് BMI. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബോഡി മാസ് ഇൻഡെക്സ്. അതെ. എ BMI ഓഫ് 30 or higher is classified as obese. അതെ. BMI സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ടു ഐഡൻറ്റിഫൈ ഒബീസിറ്റി. അതെ, എല്ലാം ശരി തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഓപ്ഷൻ സി ആണ്. ഓൾ ദി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്ച്വലി കറക്റ്റ്. അടുത്ത ചോദ്യം. ആർത്രൈറ്റിസ് ഇസ് പ്രൈമർലി നോൺ ആസ് എ ഡിസീസ് ഓഫ് ദി ഹാർട്ട്, ജോയിൻറ്റ്സ്, ലങ്സ് ആൻഡ് സ്കിൻ. എവിടെയാണ് ആർത്രൈറ്റിസ് അടങ്ങുക? ജോയിൻറ്റിലാണ് അല്ലേ, സന്ധികളിലാണ്. അടുത്ത ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഇസ് സ്പെസിഫിക്കലി മെൻഷൻഡ് ആസ് എ വെയർ ആൻഡ് ടെയർ കണ്ടീഷൻ? ഒരു വെയർ ആൻഡ് ടെയർ കണ്ടീഷൻ എന്ന് പർട്ടിക്കുലർലി വിശേഷിപ്പിക്കപ്പെടുന്ന ആർത്രൈറ്റിസ് ഏതാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ, ഗൗട്ടാണോ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് വെരി സിമ്പിൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. വെയർ ആൻഡ് ടെയർ എന്ന് വിളിക്കുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പറഞ്ഞപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്തു. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ആർത്രൈറ്റിസ്.
ഒന്ന്, ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതെ. ഗൗട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ്. അതെ. ആർത്രൈറ്റിസ് ഓൺലി എഫക്ട് ദി എൽഡർലി. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇത് എൽഡർലി മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഒള്ളി സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ എക്സ്ട്രീമിറ്റി ആയി പോവും. അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 3 നമുക്ക് അവോയ്ഡ് ചെയ്യാം. 3 അവോയ്ഡ് ചെയ്യുമ്പോൾ ഉത്തരം 1 ആണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിൾ അല്ലേ? കോമൺ ആയിട്ട് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് എൽഡർലിയിലാണ് എന്നുള്ളത് തന്നെ പറയാൻ പറ്റും കേട്ടോ. അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല. മെയിൻലി ആർത്രൈറ്റിസ് എഫക്റ്റ് എൽഡർലി എന്നാണ് ഇവിടെ തന്നിരുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായേനെ. പക്ഷേ ഒള്ളി എൽഡർലി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. യങ് പീപ്പിളിലും ആർത്രൈറ്റിസിൻ്റെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ പർട്ടിക്കുലർലി അങ്ങനെ ഒരു ഇപ്പോൾ ഏതൊരു അസുഖം, ഇപ്പോൾ ക്യാൻസറോ ഹാർട്ട് അറ്റാക്ക് ആയാലും ഒള്ളി സീൻ ഇൻ എൽഡർലി എന്ന് പറഞ്ഞാൽ അതും തെറ്റാ. സ്ട്രോക്ക് ഒള്ളി സീൻ ഇൻ എൽഡർ തെറ്റാ. 30 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് ഇതിൻ്റെ ഇൻസിഡൻസിനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. Regarding ischemia, which statement is true? It is the death of tissue. It is the insufficient supply of oxygen or blood to an organ. It only occurs in the brain. It is caused by excess of oxygen. ഏതാണ്? ഇൻസഫിഷ്യൻസി ആണ് അല്ലേ? ബ്ലഡിനോ ഓക്സിജനോ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ഓർഗനിലേക്ക് എത്തിപ്പെടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇസ്കീമിയ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ത്രോംബോസിസ്. It is the rupture of a blood vessel. It is the formation of a blood clot inside a vessel. It is the thinning of the blood vessel, അല്ലെങ്കിൽ blood. It is the increase in the heart rate. എന്താണ് ത്രോംബോസിസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദി ബ്ലഡ് ക്ലോട്ട് ഇൻസൈഡ് എ ബ്ലഡ് വെസൽ. ക്ലോട്ടിനെയാണ് നമ്മൾ ത്രോംബ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ത്രോംബോസിസ് ബ്ലഡ് വെസലിനുള്ളിൽ ക്ലോട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ്. അടുത്ത ചോദ്യം. കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ഹാർട്ട് ഫെയിലിയർ. It is the same as a heart attack. The heart is unable to pump blood adequately. It is caused by damaged or weakened myocardium. 2ഉം 3ഉം ശരിയാണ് അല്ലേ? 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി. സെയിം ആണോ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും? അല്ല. ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽസ് വീക്കൻ ചെയ്യുന്നത് കാരണം ബ്ലഡ് പമ്പിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാലോ ഹാർട്ടിലേക്ക് ബ്ലഡേ എത്താത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഹാർട്ട് മസിൽസ് ഡാമേജ് ആയി പോകുന്ന സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത്. 2ഉം ശരി. 2 ഒന്നാണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ തെറ്റിച്ചു. 1 തെറ്റിയപ്പോൾ തന്നെ ഓപ്ഷൻ സിയും എയും ഡിയും ഒക്കെ അങ്ങ് പോയി. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. സെറ്റ്. അടുത്ത ചോദ്യം. വിച്ച് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ സൈസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ലങ്സ്? സ്ട്രെസ് ടെസ്റ്റ് ആണോ, ചെസ്റ്റ് എക്സ്റേ ആണോ, ബ്ലഡ് ടെസ്റ്റ് ആണോ, BMI ആണോ? ഏതാണ് സൈസും കണ്ടീഷനും ഒക്കെ മനസ്സിലാക്കുന്നത്? ചെസ്റ്റ് എക്സ്റേ ആണ്. ചെസ്റ്റ് എക്സ്റേ ആണല്ലോ. എക്സ്റേ എടുത്താലും നമുക്ക് അതിൻ്റെ വലിപ്പവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. റിഗാർഡിംഗ് ദ പ്ലേക്ക് ഇൻ എത്തറോസ്ക്ലെറോസിസ്, എന്താണ് ശരി ഉത്തരം എന്നാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫാറ്റി സ്ട്രീക്സ് ആൻഡ് LDL. ശരിയാണോ? അതെ. ഇറ്റ് നാരോസ് ദ ലൂമൻ ഓഫ് ദി ആർട്ടറി. ശരിയാണോ? ലൂമൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേര് തന്നെയാണ് ലൂമൻ എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഇൻഫ്ലമേഷൻ ക്യാൻ മേക്ക് ദ പ്ലേക്ക് അൺസ്റ്റേബിൾ. ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ പ്ലേക്ക് അൺസ്റ്റേബിൾ ആവുന്ന സിറ്റുവേഷൻ വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. ഇൻഫ്ലമേഷൻസ് പറഞ്ഞാൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ട് പ്ലേക്ക് മാറുന്ന സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. വെരി ട്രൂ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത ചോദ്യം. ദ മെഡിക്കൽ ടേം ഓഫ് ഫെയിൻറ്റിംഗ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് സെറിബ്രൽ പെർഫ്യൂഷൻ ഈസ് ഡിസ്പ്നോയിയ, സിൻകോപ്പ്, ഡയാഫോറസിസ്, ആൻജീന. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ല. അത് സിൻകോപ്പാണ്. ഇറ്റ് ഈസ് ദ മെഡിക്കൽ ടേം ഫോർ ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നസ്. നമ്മൾ ഈ ബോധം കെട്ട് പോകാമെന്ന് പറയത്തില്ലേ, അതിന് വിളിക്കുന്ന മെഡിക്കൽ ടൈമാണ് സിൻകോപ്പ് എന്ന് പറയും. സിൻകോപ്പാണ് ബോധം കെടുക. അവൻ സിൻകോപ്പ് ചെയ്തു, എന്ത് ചെയ്തു, എന്തോ കോപ്പ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നതല്ലേ. എന്തോ നമ്മൾ എതിർത്ത് പറയുന്നത് പോലെയാണ് സിൻകോപ്പ് ഫെയിൻറ്റിങ്. അബോധാവസ്ഥയിലാവുന്ന സിറ്റുവേഷനെയാണ് സിൻകോപ്പ് എന്ന് പറയുക. അടുത്ത ചോദ്യം. ഡിസ്പ്നോയിയ ഡ്യൂറിങ് എ ഹാർട്ട് അറ്റാക്ക് ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ ബ്ലോക്കേജ് ഇൻ ദ വിൻഡ് പൈപ്പ്, റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് പൾമനറി ഇഡിമ, എക്സസീവ് എക്സസൈസ്, ഹൈ LDL. ഏതാണെന്നറിയോ? ഓപ്ഷൻ ബി ആണ്. റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് പൾമനറി ഇഡിമ. നമ്മുടെ ഹാർട്ട് ആവശ്യത്തിന് പമ്പ് ചെയ്യാതെ വരികയും ലങ്ങിൽ ഈ ഫ്ലൂയിഡിക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷനാണ്. വെൻ ദി ഹാർട്ട് ഫെയിൽസ് ടു പമ്പ് എഫക്റ്റീവ്ലി, ഫ്ലൂയിഡ് ക്യാൻ ബാക്കപ്പ് ഇൻ ടു ദി ലങ്സ്, കോസിങ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അതാണ് ഈ ഡിസ്പ്നോയിയ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന സിറ്റുവേഷൻ. ഡിസ്പ്നോയിയ എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്ന സിറ്റുവേഷൻ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കാർഡിയാക് മാർക്കർ എൻസൈം? കാർഡിയാക് മാർക്കറായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏത്? നമ്മൾ ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കും മാർക്കർ. ഇങ്ങനെ ഒരു എൻസൈം അല്ലല്ല കാർഡിയാക് മാർക്കർ നമ്മുടെ ഈ ഹാർട്ടിന് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്ന എൻസൈമാണ്. ഞാൻ മറ്റത് ഇതല്ലേ, ഡൈ അല്ലേ, മാർക്കർ അല്ലല്ലോ. ശരിയാണ്.
അമലേസ് ആണോ, ക്രിയാറ്റിൻ കിനേസ് ആണോ, പെപ്സിൻ ആണോ, ലിപ്പേസ് ആണോ, എൻസൈം ഏതാണ്? ക്രിയാറ്റിൻ കിനേസ് ആണ് അല്ലേ? ഏതാണ്? ക്രിയാറ്റിൻ കിനേസ്, CKMB എന്ന് പറയും. ക്രിയാറ്റിൻ കിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഹാർട്ടിന് ഡാമേജ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു മാർക്കറാണ്. അതുകൊണ്ടാണ് അതിനെ കാർഡിയക് മാർക്കർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്ലേക്ക് റപ്ചർ സ്റ്റേജ് ഓഫ് എ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ? കൊളസ്ട്രോൾ ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബോഡി, കൊളാജൻ ഈസ് എക്സ്പോസ്ഡ്, ട്രിഗറിംഗ് ക്ലോട്ട് ഫോർമേഷൻ, യെസ്. ദ ഹാർട്ട് റേറ്റ് സ്ലോസ് ഡൗൺ സിഗ്നിഫിക്കൻ്റ്ലി, ദ പേഴ്സൺ ഫീൽസ് ഇമ്മീഡിയറ്റ് റിലീഫ്. എന്താണ് റിലീഫ്? ആശ്വാസം ഉണ്ടാവുമോ പ്ലേക്ക് റപ്ചർ ചെയ്യുമ്പോൾ? ഒരിക്കലും ഇല്ല. ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യുമോ? ഹാർട്ട് റേറ്റ് കൂടാൻ ശ്രമിക്കും. കൊളസ്ട്രോൾ ഇസ് റിമൂവ്ഡ് ആണോ? അല്ല, ഒരിക്കലും അല്ല. ക്ലോട്ടിങ് ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്, ക്ലോട്ട് ഫോർമേഷൻ ഇൻക്ലൂസീവ്. പിന്നെ പ്ലേക്ക് റപ്ചർ ചെയ്യുന്ന സമയത്തേക്ക് ഓടി വരും ആര്? നമ്മുടെ ത്രോംബോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കാൻ പോവുക. അടുത്ത ചോദ്യം, കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ BMI ക്ലാസിഫിക്കേഷൻ. ഒന്ന്, അണ്ടർ വെയ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് BMI ലെസ് ദാൻ 18.5, ശരിയാണ്. നോർമൽ വെയ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 18.5 to 24.9, ശരിയാണ്. ഒബീസ് ഇസ് എക്സാക്ട്ലി 25, തെറ്റാണ്. ഒബീസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 30 വരണം. ഇത് ഓവർ വെയ്റ്റ് എന്ന സിറ്റുവേഷനേ പറയുള്ളൂ, 25 ഒക്കെ. ഉത്തരം ഓപ്ഷൻ 1, 2 അല്ലേ ശരി? ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ, ശരിയല്ലേ? അടുത്ത ചോദ്യം, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബിക്കോസ് ഇറ്റ് ഓൺലി അഫക്ട് ദി ഹാർട്ട്? നോ, ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് വൺ ഓഫ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ ദ ടെക്സ്റ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഈറ്റിംഗ് ടു മച്ച് ഫാറ്റ്. ഇറ്റ് ഈസ് ദ സെയിം ആസ് ഗൗട്ട്. തന്നിരിക്കുന്നതിൽ ഏറ്റവും എളുപ്പം പറയാനുള്ളത് ഇതെന്തായാലും അല്ല. ഈറ്റിംഗ് ടു മച്ച് ഫാറ്റ് കൊണ്ട് എന്തായാലും അല്ല. ഗൗട്ടിൻ്റെ സമാനമാണോ ഇത്? അല്ലേ അല്ല. പിന്നെ ഓപ്ഷൻ ബി എന്നേ പറയാൻ പറ്റൂ. ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് വൺ ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻ ദ ടെക്സ്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ്. ദ ടെക്സ്റ്റ് ലിസ്റ്റ്സ് ഇറ്റ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഡിസീസ്. ഒരു വ്യത്യസ്തമായ ജോയിൻറ്റ്, കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ദിസ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻവോൾവ് ഇൻജെക്ടിങ് ഡൈ ഇൻ ടു ദി ആർട്ടറീസ്? ഏതാണ്? എക്കോ കാർഡിയോഗ്രാം ആണോ, ECG ആണോ, കൊറോണറി ആൻജിയോഗ്രഫി ആണോ, കാർഡിയാക് MRI ആണോ? ആൻജിയോഗ്രാഫി അല്ലേ? ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം. അടുത്ത ചോദ്യം കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളല്ല, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക. പരമാവധി പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ കാര്യം ഓർമ്മിക്കുന്നതിന് നിങ്ങൾ സഹായിക്കും ഈ റിവിഷൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കണ്ടൻറ്റായിട്ടിരുന്ന് വീണ്ടും പഠിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക് യു.